യേശുലോട് കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലൂടെ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിതമായ ഒരു നല്ല ചിന്തയിലേക്ക് ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ കൊണ്ടുവരട്ടെ. വേഗത്തിൽ ഒരു വചന ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 47-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചു കൊണ്ടുവന്ന് അവന്റെ മുൻപിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. അതേ പ്രിയമുള്ളവരെ, ഇവിടെ വായിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ടു. അപ്പൊ സ്ത്രീക്ക് മനസ്സിലായി തനിക്കിനി മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. താൻ ഇതുവരെ ഒളിച്ചിരുന്നത് പോലെയല്ല ഇവിടുത്തെ സാഹചര്യം. തനിക്കിനി മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. താൻ എല്ലാവരുടെ മുൻപിൽ പ്രത്യക്ഷമായി കഴിഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് ഇനി വെളിപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല എന്ന് സ്ത്രീക്ക് മനസ്സിലായി. അവൾ പറയുകയാണ്, താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ടു. അപ്പൊ സ്ത്രീക്ക് മനസ്സിലായി, ഇനി പ്രത്യക്ഷത്തിൽ വരേണ്ടുന്ന സമയമാണ്. പ്രത്യക്ഷത്തിൽ എന്റെ വിടുതലുകൾ പ്രഖ്യാപിക്കുന്ന സമയമായി. അതേ പ്രിയമുള്ളവരെ, ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറഞ്ഞു ഉറപ്പിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ ദൈവം എന്താണ് ചെയ്തത് എന്ന് പറയാൻ സമയമായി. ദൈവത്തിന്റെ അത്ഭുതത്തെ കുറിച്ച് പറയുവാൻ അടുത്ത നിമിഷങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഇന്നെന്റെ സിറ്റുവേഷന്റെ നടുവിൽ ഒരുപക്ഷെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ലാത്തതുപോലെ, ഒരു കാര്യവും പ്രത്യേകിച്ച് ഒരു അത്ഭുതമാകുന്നൊക്കെ നിലകളിൽ ആരോടും പറയാനില്ലാത്തതുപോലെ, അകത്തളത്തിൽ ഒളിച്ചും വിഷമിച്ചും ഭാരപ്പെട്ടും സംഘർഷപ്പെട്ടും ആരും അവരുടെ ദുഃഖം മനസ്സിലാക്കാനോ ഒന്ന് തിരിച്ചു പ്രതികരിക്കാനോ കഴിയാത്ത രീതിയിലായിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഇപ്പോൾ ഇന്നിന്റെ സമയം. നിനക്ക് വന്ന ദൈവം നിനക്ക് കൈമാറിയ വിടുതൽ പറയേണ്ടുന്ന സമയമാണ്. ദൈവം നിനക്ക് ചെയ്ത അത്ഭുതത്തെ കുറിച്ച് സാക്ഷ്യം പറയുന്ന ഒരു ടൈമിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ വേണ്ടി പോകുകയാണ്. സ്ത്രീ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ യേശുവിന്റെ വർത്തമാനം കേട്ടപ്പോൾ അവളുടെ ഉള്ളിനകത്തൊരു പ്രത്യാശ വരുവാനായിട്ട് ഇടയായിരുന്നു. അതുവരെ സങ്കടപ്പെട്ടതല്ല, തീർത്തും പരവശിയായി തീർന്ന ഒരു സ്ത്രീ എന്നാണ് അവളെ പറ്റി ഇവിടെ പറയുന്നത്. തീർത്തും പരവശിയായി തീർന്ന ഒരു സ്ത്രീ. അതായത് ഒരു രീതിയിലും അവൾക്ക് ഒരു കാര്യം മുൻപോട്ടുള്ളതിനെ പറ്റി വിചാരിക്കാൻ കഴിയാത്ത നിലകളിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ അനുഭവമാണ് പിന്നത്തേതിൽ വളരെ ചേഞ്ചസ് ആയിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്നത്. അങ്ങനാണെങ്കിൽ ഇന്നെന്റെ സിറ്റുവേഷൻ ഞാൻ ആത്മാവിൽ പറയുന്നു, ഇന്നലെ വരെ ഒന്നും പറയാനില്ലെന്ന് പറയുന്ന വളരെ പരവശിയായി വളരെ കഷ്ടതയോടെ നിൽക്കുന്ന ജനം എന്നെ ഇന്ന് പകലിൽ കേൾക്കുന്നെങ്കിൽ അവരോട് പരിശുദ്ധം വളരെ ശക്തമായിട്ട് പറയുന്നു, നാളത്തെ പകലിൽ അല്ലെങ്കിൽ അടുത്ത നിമിഷങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങളെ പറയാൻ ഒരവസരം ദൈവം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരും. ഒരുപക്ഷെ കഷ്ടം അനുഭവിച്ച സംവത്സരങ്ങളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടായിരിക്കും. 12 സംവത്സരമായിട്ടെന്ന് ഇവിടെ പറയുന്നത്. 12 സംവത്സരം ഒരുപാട് വർഷങ്ങൾ നഷ്ടത്തിന്റെ കണക്ക്, കഷ്ടതയുടെ കണക്ക്, നിരാശയുടെ കണക്ക്, വേദനയുടെ, കരച്ചിലിന്റെ അവഗണനയുടെ ഒക്കെ കാര്യങ്ങൾ നിനക്ക് പറയാൻ ഒരുപാട് വർഷങ്ങൾ നിന്റെ പിന്നിലുണ്ടായിരിക്കും. പക്ഷെ ഇന്നിന്റെ പകലിൽ സ്വർഗം പറയുകയാണ്, അതിനെല്ലാം ഒരു ഒറ്റ സമയം കൊണ്ട് തന്നെ അതിനെ മാറ്റിയിട്ട് അടുത്തൊരു നല്ല അനുഭവത്തെ ദൈവം നിനക്ക് കൈമാറുകയാണ്. അതെ, നീ തൊടേണ്ടതുപോലെ ദൈവത്തെ തൊടാൻ ഇന്ന് പകലിൽ ഇടയാക്കി തീരട്ടെ. അവൾ പറയുകയാണ്, ഞാൻ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊടും. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസത്തോടെ കടന്നു വന്ന് യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ അവളുടെ മേൽ ക്ഷണത്തിൽ ഒരു വിടുതൽ സംഭവിക്കുകയാണ്. ക്ഷണത്തിൽ യേശുവിന്റെ വസ്ത്രത്തിലൂടെ ശക്തി പുറപ്പെടുകയാണ്. ഈ ശക്തി പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ അതുവരെ ദീർഘകാലങ്ങൾ, ദീർഘവർഷങ്ങൾ അനുഭവിച്ചിരുന്ന ആ രോഗത്തിന് മേൽ ഒരു സൗഖ്യമാണ് കർത്താവ് കൈമാറിയത്. അപ്പോൾ അങ്ങനാണെങ്കിൽ ഇവിടെ ഈ കർത്താവാണ് ഇങ്ങനെ താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കാണുകയാണ്. സ്ത്രീക്ക് അത് മനസ്സിലാക്കുകയാണ്. കാരണം യേശു തന്നെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. യേശു തന്നെ ചോദിക്കുന്നുണ്ട്, എന്നെ തൊട്ടത് ആരെ എന്ന് ചോദിക്കുന്നു. ഇത് ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമായി മാറാൻ കാരണം ഇത് അത്ര പ്രസക്തമായ ചോദ്യമല്ലാത്തതാണ്. കാരണം ഒരുപാട് ആളുകൾ ചുറ്റിലും തിരക്കി പോകുമ്പോൾ എന്നെ തൊട്ടത് ആരെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ അവിടെ എന്താണ് വാല്യബിൾ ആയിട്ടുള്ളതല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇവിടെ ഒരുവൾ വിശ്വാസത്തോട് വന്നതുകൊണ്ട് ആ ചോദ്യത്തിന് ഭയങ്കര പ്രാധാന്യത ഉണ്ടാകുകയാണ്. ഈ ചോദ്യത്തിന് മുൻപിൽ എല്ലാവർക്കും എല്ലാം പറയാൻ കിട്ടിയില്ല. പക്ഷെ ഒരൊറ്റ സ്ത്രീ ഈ ചോദ്യത്തിന് മുൻപിൽ അതിന്റെ ഫലം അനുഭവിച്ച ഒരുവൾ അതിനകത്തുണ്ട്. അതൊരു സ്ത്രീ ആയിരുന്നു. ഏറ്റവും ബലഹീനയായിരുന്നു, ഏറ്റവും പരവശിയായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അങ്ങനാണെങ്കിൽ ഇന്നിന്റെ പകലിൽ ദൈവാത്മാവ് പറയുന്നു, ഒരുപക്ഷേ ഈ ഒരു ചോദ്യം ദൈവം ചോദിക്കും
ചോദിക്കുമ്പോൾ അതിന് എല്ലാവരും ആൻസർ പറഞ്ഞെന്നിരിക്കത്തില്ല. പക്ഷേ ആമേൻ ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആമേൻ എല്ലാവരും മറുപടി പറഞ്ഞില്ലെങ്കിലും ആമേൻ ഹല്ലേലൂയ നമുക്ക് മറുപടി പറയാൻ സാധിക്കട്ടെ. ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആമേൻ നമുക്ക് മറുപടി പറയാൻ സാധിക്കത്തക്ക രീതിയിൽ നമ്മുടെ ലെവലുകളെ മാറ്റാൻ, നമ്മുടെ അനുഭവങ്ങളെ മാറ്റാൻ ദൈവം വിശ്വസ്തനാണ്. എന്നെ തൊട്ടത് ആര് എന്ന് ദൈവം ചോദിക്കുകയാണ്. ആ ചോദ്യം ആമേൻ ആ ഉത്തരം പറയാൻ അവിടെ ഒരുപാട് പേര് തിരക്കി പോകുമ്പോൾ മുട്ടുന്നവരും തട്ടുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിലും അവർക്കാർക്കും അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവർക്കാർക്കും ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. ആമേൻ ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഈ ചോദ്യം എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? നിന്നെ ആമേൻ ഇതുപോലെ തട്ടി ഉരുമി നിൽക്കുമ്പോൾ ഈ ചോദ്യം എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന്. പക്ഷെ യേശുവിനറിയാം ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടെന്ന ഒരു സ്ത്രീ ഇതിനകത്തുണ്ട്. അതേ പ്രിയമുള്ളവരെ, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആമേൻ സ്ത്രീ ആയിരിക്കാം, പുരുഷനായിരിക്കാം, ആമേൻ ഹല്ലേലൂയ യൗവനക്കാരായിരിക്കും, ആരുമായിക്കൊള്ളട്ടെ, രോഗത്തിൽ കിടക്കുന്നവരായിക്കൊള്ളാം, ആമേൻ ഏതൊരു സാഹചര്യത്തിന് നടുവിൽ നിന്നുകൊണ്ട് ഈ ശബ്ദം കേട്ടാലും ദൈവം പറയുക, ദൈവം ആമേൻ പരസ്യമായ ചോദിക്കുന്നത് എന്നെ തൊട്ടത് ആര്? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല, ആ പുരുഷാരത്തിന് കഴിഞ്ഞില്ല. പക്ഷെ ഒരൊറ്റ സ്ത്രീക്ക് കഴിയുകയാണ്. ആമേൻ നിന്നെ തൊട്ടത് ഞാനാണെന്ന് പറയാൻ പാകത്തിന് തൊട്ട സംഗതിയും. എന്നിട്ട് പറയുക, വിടുതൽ ലഭിച്ച വിവരമൊക്കെയും സകല ജനവും കേൾക്കെ അവൾ സംസാരിക്കുകയാണ്. അതെ, തൊട്ട വിവരം, നിന്നോട് ദൈവം സംസാരിച്ച വിവരം മറ്റാരുമല്ല പറയും, നീ തന്നെ പറയാൻ തയ്യാറാണ്. ദൈവം നിന്നെ സൗഖ്യമാക്കിയ വിവരം ആമേൻ അവർ തന്നെ പറയാൻ തീരുമാനിക്കണം. അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ലൈഫിൽ ഇന്ന് പകലിൽ എടുക്കാൻ തയ്യാറായാൽ ദൈവം അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളെ ആമേൻ സകല ജനവും കാണെ വെളിപ്പെടുത്തുന്ന ഒരു സമയത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? പരസ്യമായി ആമേൻ ഈ അനുഭവങ്ങളെ ഷെയർ ചെയ്യാൻ, പരസ്യമായി നീ പ്രാപിച്ച അനുഗ്രഹങ്ങളെ, നീ പ്രാപിച്ച സന്തോഷത്തെ, നീ പ്രാപിച്ച വിടുതലുകളെ, നീ പ്രാപിച്ച അത്ഭുതങ്ങളെ പരസ്യമായി യേശുവല്ല പറയുന്നത്, ഇവൾ എല്ലാവരും കേൾക്കെ ആമേൻ ഈ സ്ത്രീ സംസാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നിന്റെ സിറ്റുവേഷന്റെ അകത്ത് പരസ്യമായി ഒന്നും ചെയ്യാനാവാത്ത നിമിഷത്തിൽ കർത്താവ് നിന്നെ പരസ്യമായി നിനക്ക് വേണ്ടി ദൈവം ചെയ്തതിനെ കുറിച്ച് നീ സംസാരിക്കാൻ വേണ്ടി പോകുന്നു. നിന്റെ ദൈവത്തെ കുറിച്ച് നീ സംസാരിക്കാൻ വേണ്ടി പോകുന്നു. അതേ, മടിച്ചിരിക്കരുത്, പരാതി പറഞ്ഞിരിക്കരുത്, ഒന്ന് തൊടാൻ തയ്യാറാകുക, ദൈവത്തെ ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറാകുക. ആത്മശക്തിയാൽ ദൈവം നിന്നെ പുറത്തെടുക്കുന്ന സമയമാണെന്ന് മനസ്സിലാക്കി ഇന്നിന്റെ പകലിൽ ഒന്ന് വേർതിരിക്കാൻ തയ്യാറായാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. ആമേൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ മറഞ്ഞിരിക്കുന്നില്ല, കാരണം നീ എനിക്ക് ചെയ്ത അത്ഭുതങ്ങൾ വലുതാണ്. അതുകൊണ്ട് ഞാൻ മറഞ്ഞിരിക്കാതെ സകല ജനവും കേൾക്കെ നീ തൊട്ട അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. സ്ത്രീ എടുത്ത തീരുമാനം പോലെ ഇന്നിന്റെ സിറ്റുവേഷന്റെ നടുവിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഒന്ന് കടന്നു വരാൻ തയ്യാറായാൽ ദൈവം ചില അനുഭവങ്ങൾ, ചില ആമേൻ ഹല്ലേലൂയ പബ്ലിക് പ്ലേസുകൾ ദൈവത്തെ പ്രദർശിപ്പിക്കുന്ന അനുഭവങ്ങളാക്കി, സമയങ്ങളാക്കി, വേദികളാക്കി ദൈവം നിന്റെ മുൻപിൽ തന്നെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. അങ്ങ് കേൾപ്പിച്ച ദൈവ ശബ്ദത്തിനായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കൊണ്ട് ചിലരെ പുറത്തെടുക്കാൻ വേണ്ടി പോകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ചിലർ വെളിയിൽ വന്ന് ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിന്റെ അത്ഭുതങ്ങൾ അവരെ പബ്ലിക്കിൽ എത്തിക്കട്ടെ. സമൂഹത്തിന്റെ നടുവിൽ എല്ലാവരും കേൾക്കെ വിളിച്ചു പറയത്തക്ക രീതിയിൽ ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ആമേ പറയത്തക്ക രീതിയിൽ ഒരു അത്ഭുതം നിന്റെ മക്കളുടെ ലൈഫിൽ എന്നെ കേൾക്കുന്ന, എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാവരുടെ മുൻപിൽ വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കും. എല്ലാവരുടെ മുൻപിൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി ആമേന ഉത്തരമായി നിൽക്കത്തക്ക രീതിയിൽ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കും. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിന് ആ സ്തോത്രം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.